ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണല്ലോ ജിൻഡോ. അപ്പോൾ ജിൻഡോയുടെ അമ്മയും അപ്പച്ചനുമാണ് വന്നിരിക്കുന്നത്. കൺഫെഷൻ റൂം വഴിയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റുള്ള ഹൗസിലുള്ള അംഗങ്ങൾ എല്ലാവരും വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലാസ്മ TV ഓണായി കാണിക്കുന്നു. അപ്പോൾ എല്ലാവരും ആശ്ചര്യത്തോട് നോക്കുന്നുണ്ട്. കൺഫെഷൻ റൂം വഴിയിട്ടാണ് ജിൻഡോയുടെ അമ്മയും അപ്പച്ചനും വന്നിരിക്കുന്നത്. ബിഗ് ബോസ് സംസാരിക്കുന്നു. നന്നായിട്ട് എല്ലാവരും ഗെയിം കളിക്കുന്ന രീതിയിൽ അമ്മച്ചേനെ അധികവും സംസാരിച്ചത്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അപ്പച്ചൻ സംസാരിക്കട്ടെ. അങ്ങനെ അപ്പച്ചനും പറയുന്നുണ്ട് നല്ല ഗെയിമാണ്, ഞങ്ങൾ കാണുന്നുണ്ട്, എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന രീതിയിൽ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ ഈ പ്ലാസ്മ TV വഴി കാണുന്നുണ്ട്. അപ്പോൾ ജിൻഡോയും അഭിഷേക് ശ്രീമാനൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് നമ്മുടെ ദേവസി കുട്ടിക്കും അതുപോലെ തന്നെ സിസിലി കുട്ടിക്കും സ്വാഗതം എന്ന രീതിയിൽ ബിഗ് ബോസ് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിൻഡോയ്ക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ ജിൻഡോ കരയുന്നില്ല കേട്ടോ. കരഞ്ഞാൽ തൻ്റെ അമ്മ കരയും എന്നുള്ള രീതിയിൽ ജിൻഡോ കരയാതെ പിടിച്ചു നിൽക്കുന്നു. അങ്ങനെ കൺഫെഷൻ റൂം വഴിയിട്ട് ജിൻഡോയുടെ അമ്മയും അപ്പച്ചനും വന്നിട്ടുണ്ടായിരുന്നു. ഹൗസിലെ എല്ലാ അംഗങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. എല്ലാവരും എടുത്തെടുത്ത് തന്നെ ഒരു സംസാരിക്കുന്നു. ഈ സമയം നമ്മുടെ നന്ദനയുടെ പേരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നമ്മുടെ എപ്പിസോഡിൽ പറയും. ഇപ്പോൾ ജിൻഡോയുടെ പേരൻസിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും അവർ സംസാരിക്കുന്നു. പിന്നെ സ്റ്റോർ റൂം വഴിയിട്ട് ജിൻഡോയുടെ ബ്ലാക്ക് ബെൽറ്റും അതുപോലെ തന്നെ യെല്ലോ ബെൽറ്റൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ ഒരു കാഷ്വൽ ടോക്കൊക്കെ സംസാരിക്കുന്നു. വിശദമായിട്ട് ഞാൻ ലൈവ് അപ്ഡേറ്റിൽ പറയാം, എപ്പിസോഡിൽ പറയാം. എന്തായാലും ഈ ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഫാൻസൊക്കെ ഉള്ള നമ്മളെ ജിൻഡോയുടെ ഫാമിലിക്കാണ്. ജിൻഡോയാണ്. അപ്പോൾ ആ ജിൻഡോയുടെ പേരൻസ് വന്നിട്ട് നമ്മുടെ എന്താ പറയണ്ട, അത്ര ഒരു വലിയൊരു ഗുമ്മായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ സീസണിലൊക്കെ അഖിൽമാരൊക്കെ വന്നപ്പോൾ എന്നാ ആയിരുന്നു. അതുപോലെ തന്നെ ലൈവ് കാണാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. ഇപ്രാവശ്യം വളരെ കുറവാണ്. എന്തായാലും ജിൻഡോയുടെ അമ്മയും അപ്പച്ചനുമായിട്ട് അപ്സരയുമായിട്ടൊക്കെ സംസാരിക്കുന്നു. ഞങ്ങളുടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അമ്മച്ചി പറയുന്നുണ്ട് ഞാൻ സീരിയൽ കാണും, സാന്ത്വനം സീരിയൽ 7 മണിക്ക് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറഞ്ഞു ഞാൻ അങ്ങനെ സീരിയലൊന്നും കാണാറില്ല, ഞാൻ സിനിമയാണെന്ന രീതിയിൽ. അങ്ങനെ അപ്പച്ചൻ്റെ കാലിൽ ചെറിയൊരു മുറിവൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങ് സ്കൂട്ടർ വേറെ താഴെ വന്ന് വീഴുന്നിട്ട് അങ്ങനെ ചെറിയ മുറിവുണ്ടായിരുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ജിൻഡോയുടെ അമ്മയും പിന്നെ നന്ദനയുടെ അമ്മയും ചേച്ചി ഈ സമയം നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്തുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ രാത്രി റിവ്യൂയുമായി ഞാൻ വരാം. അതുവരെ നിങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു വിജയ് രമേശ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലത്തെ റിവ്യൂസും മെനിങ്ങാത്ത റിവ്യൂസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാ റിവ്യൂസും നിങ്ങൾ കാണുക. മറ്റ് വീഡിയോസും ഷോർട്സൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുവരെ നിങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു വിജയ് രമേശ് വ്ലോഗിലെ ബിജി. ബൈ ബൈ.